ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പി. നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ അപ്പം ഉണ്ടാക്കിയിട്ട് ശരിയായില്ലെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് സക്സസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അരി കുതിർക്കാൻ വെക്കണം. ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. ഇനി നമുക്കൊരു 4-5 പ്രാവശ്യം നമ്മുടെ അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി ഒരു 4 മണിക്കൂറോളം ഇത് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം. അപ്പോൾ അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഒരു 4 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. 4 മണിക്കൂറിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഒരു 4 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ അരി നമുക്കൊരു അരിപ്പയിലേക്ക് മാറ്റാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോയിക്കോട്ടെ. അപ്പോൾ അതാ നമ്മുടെ അരി ഞാനൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ബൗൾ എടുക്കുക. അപ്പോൾ അതാ ഞാനൊരു മിക്സി ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് പകുതി അരി ഇപ്പോൾ ഇട്ട് കൊടുക്കാം. 2 ബാച്ചായിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മൾ പകുതി അരി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് തേങ്ങയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കുക. ഉണങ്ങിയ തേങ്ങ ഒന്നും എടുക്കരുത്. ഇത് നമുക്ക് നമ്മുടെ മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തു. 1 കപ്പാണ് ചേർത്തേക്കണത്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ചോറാണ്. ചോറ് ഞാനിവിടെ 1 കപ്പോളം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുത്തിരിയുടെ ചോറാണ് എടുത്തേക്കണത്. കുത്തിരിച്ചോറ് തന്നെ വേണമെന്നൊന്നുമില്ല, സാധാരണ വെള്ളയരിയുടെ ചോറായാലും മതി. 1 കപ്പാണ്. ഇത് നമുക്ക് നമ്മുടെ മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ്. നമ്മുടെ അരി അരിയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അതും കൂടി ഒഴിച്ചു കൊടുക്കാം. 1 കപ്പാണ് എടുത്തേക്കണത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. തരികളൊന്നുമില്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ അതാ നമ്മുടെ ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തൊന്ന് വന്നിട്ടുണ്ട്. ഉണ്ടോ, നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. തരികളൊന്നുമില്ലാതെ നല്ലൊരു സ്മൂത്ത് ബാറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതാ നമ്മൾ ആദ്യത്തെ ബാച്ച് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത ബാച്ച് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. ചെറിയ ചെറിയ തരികളുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ, അത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ പഞ്ചസാരയാണ്. ഞാനിപ്പോൾ 2 സ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് മാവൊക്കെ പുളിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ, പുളിച്ചതിന് ശേഷം. ഇതുങ്ങൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം, വേറെ ഓയിലൊന്നും യൂസ് ചെയ്യണ്ട. 2 ടീസ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. 1 കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കുറവാണ് എടുത്തേക്കണത്. മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്ക് കൂടുതൽ വെള്ളം വേണമെങ്കിൽ ആ സമയത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി ഈ അരിയെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യത്തെ ബാച്ച് അരച്ചതുപോലെ തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പം ഞാൻ ഇതും ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മുടെ രണ്ടാമത്തെ ബാച്ചും അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മാവെല്ലാം പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മാവ് കിട്ടിയേക്കണത്. ഇപ്പം ഞാൻ കൂടുതൽ വെള്ളം ചേർക്കണില്ല. ഇനി നമുക്ക് പുളിച്ച് പൊങ്ങിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി വേണ്ടി വരും. അപ്പത്തിൻ്റെ മാവ് ദോശ മാവിനെ കഴിഞ്ഞും കുറച്ചുകൂടി ലൂസ് ആയിരിക്കണം. ഇപ്പം ഇത് പുളിക്കട്ടെ, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പം അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് പുളിക്കാൻ വേണ്ടി അടച്ചു വയ്ക്കാം. ഞാനിപ്പോൾ ഇത് വൈകിട്ടാണ് അരച്ച് വയ്ക്കുന്നത്. ഞാനിതിനി ഓവർനൈറ്റ് വെളിയിൽ വെച്ചിരിക്കും. നാളെ രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ടാവും.
നന്നായിട്ട് പുളിച്ചതിന് ശേഷം മാത്രം അപ്പം ഉണ്ടാക്കി എടുക്കുക. നന്നായിട്ട് പുളിക്കുമ്പോഴാണ് നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പം പുളിക്കുന്ന സമയം വ്യത്യാസപ്പെടും. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ ക്ലൈമറ്റ് അനുസരിച്ച് ചൂടുള്ള സമയങ്ങളിലാണെങ്കിൽ പെട്ടെന്ന് പുളിച്ചു പോകും. അതല്ല കുറച്ച് തണുത്ത സ്ഥലങ്ങളിലാണെങ്കിൽ പുളിക്കാൻ കുറച്ച് താമസം വരും. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പുളിച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പുളിച്ചിട്ടുണ്ടാകും. നമുക്കൊന്ന് തുറന്നു നോക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ലല്ലോ. നമ്മുടെ അപ്പത്തിന്റെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി നോക്കുക. തിക്കായിട്ടാണ് ഇരിക്കണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എനിക്കിവിടെ കുറച്ചൊരു തിക്നെസ്സിലാണ് ഇരിക്കുന്നത്. നമ്മൾ ദോശ മാവിനെ കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്, ഒരു 2 ടേബിൾ സ്പൂണോളം. അപ്പോൾ നിങ്ങളുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ എല്ലാം കറക്റ്റാണ്. ഞാൻ ഇനിയൊന്നും ചേർക്കണില്ല. ഇനി നമുക്കൊരു അപ്പച്ചട്ടി ചൂടാക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതാ ഞാനൊരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായിക്കോട്ടെ. അത്യാവശ്യം നന്നായിട്ട് ചൂടാകണം. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മുടെ അപ്പച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി നിറയെ ഹോൾസ് വരും. ആ സമയത്ത് നമുക്ക് തീ കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പം നമ്മുടെ അപ്പം വെന്തിട്ടുണ്ടാകും. തുറന്നു നോക്കാം. ഇതാ നമ്മുടെ അപ്പം ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഓർണോട് ഉണ്ടാക്കാം. നിറയെ ഹോൾസ് വരുന്നുണ്ട്. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. തീ കുറച്ച് കൊടുക്കുക. നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ ചേർത്തില്ലായിരുന്നോ, അത് കാരണമാണ് ഇങ്ങനെ പാനിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണത് നമ്മുടെ അപ്പം. അപ്പം അത് ഇത്രയുള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം. അപ്പം ഇതുവരെ അപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവര് ഈ റെസിപ്പി മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും സക്സസ് ആയിരിക്കും. ഞാനിത് നമ്മുടെ കടലക്കറി കൂട്ടിയിട്ടാണ് സെർവ് ചെയ്യണത്. ഇഷ്ടമുള്ള കറി വെച്ച് നമ്മുടെ അപ്പം സെർവ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.